എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളും അപ്ഡേറ്റ്സുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാന വാർത്താ അപ്ഡേറ്റ്, ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഫേസ് ഒതന്റിക്കേഷൻ പല കാര്യങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധാർ വിവരങ്ങളും ഫോട്ടോയും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകളും 5 വയസ്സിന് മുമ്പ് എടുത്ത കുട്ടികളുടെ ആധാർ നിർബന്ധമായും പുതുക്കണം. നിലവിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ആധാർ ആപ്പ് വഴി ഫിസിക്കൽ കാർഡ് കയ്യിൽ കരുതുന്നതിന് പകരം QR കോഡ് ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. ആധാർ നമ്പറിലൂടെ OTP, ബയോമെട്രിക് ഫേസ് വെരിഫിക്കേഷൻ എന്നിവ കൃത്യമായി നടക്കാൻ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. പഴയ നമ്പർ മാറ്റി നിലവിലെ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ആധാറിലെ ഫോട്ടോ പുതുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം. പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ പരാജയപ്പെടാം. അക്ഷയ കേന്ദ്രങ്ങൾ ഫോട്ടോ പുതുക്കുമ്പോൾ നല്ല വെളിച്ചം ഉറപ്പാക്കണം. വിരലടയാളവും കണ്ണിന്റെ സ്കാനിംഗ് കൃത്യമായി രേഖപ്പെടുത്തുന്നത് റേഷൻ വാങ്ങുന്നതിൽ ഉൾപ്പെടെ കാര്യങ്ങൾ എളുപ്പമാകും. ഓരോ 10 വർഷത്തിലൊരിക്കൽ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്കും സ്കോളർഷിപ്പുകൾക്കും ആധാർ നിർബന്ധമാണ്. 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ 5 വയസ്സിന് ശേഷം ഉടൻ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണം. 7 വയസ്സിനുള്ളിൽ ചെയ്താൽ സൗജന്യമാണ്. 15 വയസ്സിന് ശേഷം 17 വയസ്സിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്താൽ ഫീസ് വേണ്ട. അതിനുശേഷം സൗജന്യം ലഭിക്കുകയില്ല. പേര് 2 തവണയും ജനന തീയതി 1 തവണയും മാത്രം മാറ്റാൻ സാധിക്കും. അതിനാൽ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് റീപ്ലാന്റിംഗ് സാമ്പത്തിക സഹായം ലഭിക്കും. കേരളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടുകയോ ചെയ്യാം. അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അടുത്ത വാർത്ത അപ്ഡേറ്റ്, UPI ഇടപാടുകൾ വർദ്ധിച്ചതോടെ ഫിഷിംഗ്, വ്യാജ കസ്റ്റമർ കെയർ കോളുകൾ, മ്യൂൾ കോളുകൾ തുടങ്ങിയ തട്ടിപ്പുകൾ കൂടുന്നു. ഇത് തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. ഇനി OTP മാത്രം ഉപയോഗിച്ച് ഇടപാട് നടത്താൻ കഴിയില്ല. OTP കൂടാതെ പിൻ അല്ലെങ്കിൽ ബയോമെട്രിക് ആവശ്യമായേക്കും. അടുത്ത വാർത്ത അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. 3ാം ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിക്കുക. അപേക്ഷ മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടൻ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കുക. ഏകദേശം 1 ലക്ഷം അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട്. അടുത്ത വാർത്ത അപ്ഡേറ്റ്, ക്ഷേമ പെൻഷനിൽ മെയ് മാസം മുതൽ മാറ്റങ്ങൾ വരും. പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർ, വിധവകൾ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അടുത്ത വാർത്ത അപ്ഡേറ്റ്, വിഷു ആഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ വിഷു ചന്തകൾ സജീവമാണ്. വിഷുക്കണി കിറ്റ്, വിഷു കൈനീട്ടം എന്നിവ ലഭ്യമാണ്. സബ്സിഡിയോടെ സാധനങ്ങൾ ലഭിക്കും. അവസാനമായി, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,010 രൂപയായും പവന് 1,12,080 രൂപയാണ് നിലവിലെ വില. ഇതോടെ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.